ഫസ്റ്റ് നമുക്ക് വേണ്ടത് അയൺമാൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാക്കണം. അപ്പം ഗൂഗിൾ നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ എന്താ പറയുക ഫോട്ടോസ് കാണാൻ പറ്റും. അതുപോലെ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് നോക്കി വരക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു സ്കെച്ച് ഫസ്റ്റ് വരച്ചെടുക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്തത് 4x ഷീറ്റാണ്. നിങ്ങൾക്ക് തെർമാക്കോൾ, കാർഡ്ബോർഡ് എന്നാണ് ഇതൊന്നും എടുക്കാം. അപ്പം 4x ഷീറ്റ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂസ് ചെയ്തത്. ഞാൻ അടുത്ത പണിയെന്ന് വെച്ചാൽ കറക്റ്റ് ആ വരച്ച മാർക്കിനെ കൂടെ എന്നെ കട്ട് ചെയ്തിടണം. അപ്പം കറക്റ്റ് ആക്യുറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രിസിഷൻ നൈഫാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രിസിഷൻ നൈഫ് ഇല്ലെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഐസ് 4x ഷീറ്റാണ് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാകുന്നത് അറിയില്ല. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 4x ഷീറ്റ് എടുത്തേണ്ട ഷേപ്പ് നമുക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങോട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പിടിച്ച് കഴിഞ്ഞാൽ കട്ടായി പോകും. പക്ഷേ ഈ സൈഡിലേക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് സൈഡ് വ്യൂ വരച്ചിട്ടുണ്ട്. ഇതാണ് സൈഡായിട്ട് വരിക. അപ്പോൾ ഇത് കുറേ കട്ടിങ്സ് എല്ലാം ഇനി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് റഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഹെഡിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇപ്പോഴാണ് കട്ടിങ്സ് വരുന്നത്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ വരെ നമ്മളെ അയൺമാൻ്റെ റഫായിട്ടുള്ള ഫിഗർ. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പോർഷൻസും സെപ്പറേറ്റ് ഒട്ടിച്ചെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്കെന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് അസംബിൾ ചെയ്യണം, ഇതിൽ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ ബേസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ബോഡി. ഇതിൽ നമ്മളിനി ഓരോ കട്ടിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ചും കൂടി ഫിനിഷിങ് വരിക. ഇനി നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് ഫുള്ള് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കണ്ടോ ഓരോ കട്ടിങ്ങെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടോ. അപ്പോൾ അതെല്ലാം ലെവലാക്കിയിടണം. സാൻഡ് പേപ്പർ വെച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റാവും. അതിൻ്റെ ഷേപ്പ് ലെവലാവുന്നതാ. ഇനി നമുക്ക് ഓരോ പാർട്സായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഓരോ അറ്റാച്ച്മെൻ്റ് ഇല്ല അതെല്ലാം ഒട്ടിച്ചെടുക്കണം. നല്ല ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഫോം ഷീറ്റ് ഇത് അടിപൊളി മെറ്റീരിയലാണ്. കാരണം ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഒരുവിധം ക്രാഫ്റ്റിന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒട്ടുന്നതാണ്. അതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല റിജിഡാണല്ലോ. അത്യാവശ്യം ഒട്ടിച്ചെല്ലാം കഴിഞ്ഞാൽ നല്ല കുറേ കാലം നിൽക്കും ഇത്. പക്ഷേ അഫോർഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെച്ചാൽ റേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ വാങ്ങിയത് 6 പീസ്, അതായത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ സൈസിൽ അങ്ങനത്തെ 6 ഷീറ്റാണ് വാങ്ങി. അതിന് 300 ചില്ലറ വന്നു ഓൺലൈനിൽ. ഇത് നമുക്ക് ഓരോ പാർട്സ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ബേസായിട്ട് എടുത്തിട്ടുള്ള ഹാൻഡ്. ഇനി അതിലേക്ക് ഓരോ പീസ് ഇതേപോലെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ഹെഡ് അതുപോലെ ഹാൻഡ് ഇത് രണ്ടും നമ്മൾ മൂവ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് സ്ക്രൂ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ അതേപോലെ നമ്മൾ ഈ ഇതിൻ്റെ ബോഡിയിലും ഇതേമാതിരി നട്ട് വെച്ചിട്ടൊരു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ് ഒട്ടിച്ചെടുക്കണം അത്രേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നട്ട് ഇവിടെ അതുപോലെ സ്ക്രൂ ഇവിടെ ഉള്ളത്. നമുക്കിത് രണ്ടും കൂടി ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അതര ഫിക്സ് ആയിരിക്കും. നമ്മൾ ഒരു ആംഗിളിലേക്ക് ചെയ്യിക്കാൻ പറ്റും. ഇത് നമ്മൾ ഹാൻഡും ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നു. ഗൈസ് വാങ്ങി നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇനി ഇത് നമുക്ക് പെയിൻ്റ് അടിക്കണം. അത് കുറച്ചും കൂടി രസമുണ്ടാവും. ഹെഡെല്ലാം നമുക്ക് ഇരിക്കാൻ പറ്റും. കൈ അനക്കാൻ പറ്റും. നമുക്ക് പെയിൻ്റ് അടിച്ച ശേഷം ബാക്കി കാണാം. പക്ഷേ അങ്ങനെ നമ്മൾ അയൺമാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാം പെന്ന് വെച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവുക. ഇവിടെ ലൈറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചെറിയ സർക്യൂട്ടിലാക്കിയാൽ സമയം കിട്ടിയില്ല. ഹാൻഡ് ഇങ്ങനെ നടക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഗായ്സ്, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.